ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പാനിപ്പൂരി വിശേഷമാണ്. അപ്പോൾ പാനിപ്പൂരി കഴിക്കാത്തവരായിട്ട് വളരെ കുറവായിരിക്കും, പക്ഷെ കുറേ പേരൊന്നും കഴിച്ചിട്ടും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് കടകളിലൊക്കെ കിട്ടുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് ആയിരിക്കും ഇത് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ചിലർക്കൊക്കെ അത് അവിടുന്ന് മേടിച്ച് കഴിക്കാനുള്ള ഇഷ്ടക്കുറവ് ഉണ്ടായിരിക്കും. ചിലർക്ക് അത് അത്രയും വൃത്തിയാണോ ഹൈജീനിക് ആണോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വീട്ടിലും ഉണ്ടാക്കാം. ഇതുപോലെ പല കമ്പനികളുടെയും പാനിപ്പൂരി പപ്പട് ആമസോണിലും ഓൺലൈൻ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ അവിടുത്തെ ചില സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മേടിച്ചത് പേപ്പർ ബോട്ട് കമ്പനിയുടെ പാനിപ്പൂരി പപ്പടാണ്. ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പപ്പടങ്ങളായിരിക്കും. നമ്മുടെ പപ്പടം പോലെയല്ല കേട്ടോ, ഇത്തിരി കൂടി കട്ടിയുണ്ടായിരിക്കും. ഒരു കുഞ്ഞു പൂരി ഷേപ്പിൽ ഇങ്ങനെ പൊന്തി വരുന്നതായിരിക്കും, പക്ഷേ ഇത്തിരി കൂടി ഹാർഡായിരിക്കും. അപ്പോൾ ഇതാ ഓരോ പപ്പടവും ഓരോ പാനിപ്പൂരി ഓരോ കമ്പനിയുടെയും വ്യത്യാസമായിരിക്കും. ചിലത് നമ്മൾ കുറച്ചധികം നേരം ഇടണം, അതുപോലെ തന്നെ അത് മറിച്ചിടണം. ചിലത് മറിച്ചിടൊന്നും വേണ്ട, അത് തനിയെ തന്നെ ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ തനിയെ തന്നെ മറ്റേ സൈഡും കൂടി തിരിഞ്ഞ് അത് മുരിഞ്ഞോളും. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഐറ്റംസ് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പാനിപ്പൂരി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ പുളിവെള്ളം തയ്യാറാക്കാം. നമ്മുടെ സാധാരണ വാളംപുളി ഞെരടി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ്. അത് നന്നായി അരിച്ചെടുക്കണം. നമ്മൾ ആദ്യം കുറച്ച് കൊഴുകൊഴു എന്നുള്ള രീതിയിൽ എടുക്കണം കേട്ടോ, നല്ല വെള്ളം പോലെ ആക്കരുത്. അതിനുശേഷം അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര നീര് ഒഴിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. നല്ല മധുരം വേണ്ടവർക്ക് കുറച്ചധികം ഒഴിക്കാം, അല്ലാത്തവർക്ക് കുറച്ച് ഒഴിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി. ആ മധുരവും എരിവും പുളിയും കൂടിയിട്ടുള്ള ഒരു മിക്സറാണ് ഈ പുളിവെള്ളം എന്ന് പറയുന്നത്. ഇതാണ് ആ പാനിപ്പൂരിയുടെ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി പാനിപ്പൂരിയിലേക്ക് വേണ്ട ബാക്കിയുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിത് സാധാരണ നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന മിക്സറാണ്. കടലയില്ലാതെ സേവ് മാത്രമായിട്ട് കിട്ടുന്നതായാലും നല്ല ടേസ്റ്റാണ്. ഇത് കേടാണ്. ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. അത് ഓപ്ഷനാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് വെളുത്ത കടലയാണ്, അത് വേവിച്ച് വയ്ക്കുക. പിന്നെയുള്ളത് സവോള കുനുകുനാക്കി എരിഞ്ഞതാണ്. പിന്നെ മിൻറ്റ് ചട്നി. മിൻറ്റ് ചട്നി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, നമ്മുടെ തൈരും പുതിനയിലയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ഒരു ചട്നിയാണ്. ഇല്ലെങ്കിൽ പുതിനയില ചെറുതായി അരിഞ്ഞത് ഇട്ടാലും മതി. പിന്നെ തക്കാളി അരിഞ്ഞത്, പിന്നെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം, പിന്നെ ഉരുളൻകിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ ഞാൻ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. ഇതിലിപ്പോൾ എല്ലാ ഐറ്റംസ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം മതി. ഇപ്പോൾ തൈര് ഇഷ്ടമില്ലേ, തക്കാളി ഇഷ്ടമില്ലേ, നിങ്ങൾക്ക് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ പാനിപ്പൂരിക്കുണ്ടല്ലോ, ടേസ്റ്റിനേക്കാൾ കൂടുതൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ഫണ്ണാണ്. അതിൽ ഈ കുഞ്ഞു പൂരിയിൽ ഒരു കുഞ്ഞു ആട്ട ഉണ്ടാക്കിയിട്ട് അതിൽ ഈ സാധനങ്ങളൊക്കെ നിറച്ചിട്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ വായക്ക് ഇടുമ്പോൾ കിട്ടുന്ന ഒരു രസമുണ്ടല്ലോ, അതൊരു പ്രത്യേക രസമാണ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് വരുമ്പോഴോ ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും സന്തോഷമാവും. അതിനേക്കാൾ ഉപരി ഒരു ഫണ്ണായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും പാനിപ്പൂരി ഉണ്ടാക്കാൻ തോന്നുന്നില്ല. അപ്പോൾ വേഗം പോയിട്ട് പാനിപ്പൂരിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.